കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും എമ്പുരാൻ വിവാദമായിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണങ്ങൾ? കേരളത്തിൽ അറിയാമല്ലോ, നിരന്തരം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ആ സിനിമ ഇറങ്ങിയതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്കാണ് കടന്നത്. തുടക്കം തന്നെ വലിയ ഹൈപ്പിലായിരുന്നു, വലിയ പ്രൊമോഷനോട് കൂടി തന്നെ തിയേറ്ററിലേക്ക് വലിയ തള്ളിക്കയറ്റം ഉണ്ടായി. പക്ഷേ ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഇതിനെതിരെ വിമർശനമുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വിവരങ്ങൾ അറിയാമല്ലോ. ഇതിൻ്റെ വിവാദ ഭാഗങ്ങൾ കട്ട് ചെയ്തു എന്ന് പറയുമ്പോഴും തമിഴ്നാട്ടിൽ പ്രതിഷേധം ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗോകുലം ഗോപാലനെതിരെയാണ്. ഈ ഇന്നലെ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ അവിടെ പോസ്റ്ററുകളിൽ ചെരുപ്പടിക്കുന്നതും ചെരുപ്പ് അവിടെ പോസ്റ്റർ വലിച്ചു കീറുന്നതെല്ലാം നാം കണ്ടിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രതിസന്ധിയാകാൻ പോകുന്നത് ഗോകുലം ഗോപാലനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. കാരണം എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രമുഖ സിനിമാ നിർമ്മാതാവും വ്യവസായിയുമായ ഗോകുലം ഗോപാലിൻ്റെ തമിഴ്നാട്ടിലാണ് ഈ ഗോകുലം ചിട്ടി ഫണ്ട് ഉണ്ടല്ലോ, തമിഴ്നാട്ടിലും ചിട്ടി ഫണ്ട്സ് ഉണ്ട്. ഇതുപോലെ കുറേ അതിന്റെ ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയാം. കാരണം പ്രത്യേകിച്ച് ഇത്തരം വ്യവസായികൾ ഒരു സംസ്ഥാനത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കില്ലല്ലോ. അവർ ഈ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും വിദേശത്തെല്ലാം അവർക്ക് വ്യവസായങ്ങളുണ്ട്. അത്തരം ഒരു വ്യവസായമായ ഗോകുലം ഗോപാലിൻ്റെ ചിട്ടി ഫണ്ടിനെതിരെയാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. അവർ പറയുന്നത് തങ്ങളുടെ പണം കൊണ്ടാണ് ഈ ബ്രാഞ്ചുകളെല്ലാം ഉയർന്നതും അങ്ങനെ തങ്ങളുടെ പണം കൊണ്ട് തന്നെ തങ്ങൾക്കെതിരെ ഗോകുലം തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ ജനങ്ങളുടെ പൈസ കൊണ്ട് സിനിമ എടുത്ത് അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ്. നമ്മുടെ കേരളത്തിൽ വിവാദമായിരിക്കുന്ന അവിടുത്തെ മതവും രാഷ്ട്രീയവും ഒക്കെയാണ്. അപ്പൊ തമിഴ്നാട്ടിൽ എന്താണ് ഈ സിനിമയിൽ ഇനിയിപ്പോൾ അടുത്ത വിഷയം? അല്ല, അതിന് മുൻപ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ എന്തായാലും ഈ പബ്ലിക്കായ ഒരു പൊതു ഇടത്തിലൊന്നും നാം പ്രതിഷേധം കണ്ടിട്ടില്ല. ഈ സമൂഹ മാധ്യമങ്ങളിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായത്. പക്ഷേ തമിഴ്നാട്ടിൽ അത് പബ്ലിക്കായി അവർ പൊതു ഇടത്തിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ കേരളത്തെക്കാൾ ഏറ്റവും വലിയ പ്രതിസന്ധി വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലായിരിക്കുമെന്നാണ്. അതിൽ ഈ പ്രതിഷേധത്തിന് കാരണം മറ്റുമല്ല, ഈ നെടുമ്പള്ളി ഈ അണക്കെട്ടുമായി ബന്ധപ്പെട്ട അതിൽ പല സീനുകളുമുണ്ട്. നെടുമ്പള്ളി ഡാം തകർക്കുക എന്നതെല്ലാം പറയുന്നത് എനിക്ക് തോന്നുന്നു നെടുമ്പള്ളി എന്നുള്ളത് അവർ ചിന്തിച്ചിരിക്കുന്ന മുല്ലപ്പള്ളിയാണ്. ശരിക്കും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ എപ്പോഴും തമിഴ്നാടിൻ്റെ ഒരു വൈകാരിക വിഷയമാണ്. കേരളവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും കേരളത്തെ തന്നെ പലതവണ എതിർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവർ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് മാസങ്ങളോളം തന്നെ കേരളത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും കേരളം ഇതുമായി ബന്ധപ്പെട്ട് സമീപനം പാലിക്കുന്നത് കൊണ്ടാണ് ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാത്തത്. കാരണം തമിഴ്നാടിനെ ആശ്രയിച്ചാണല്ലോ നമ്മുടെ ജീവിതം തന്നെ പോകുന്നത്. ഉപ്പു മുതൽ അല്ലേ എല്ലാ കാര്യങ്ങളും പച്ചക്കറികളും അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെ നമുക്ക് എതിർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേരളം ഇത്രയും കാലം ഒരു സമീപനം, ഒരു മൃദു സമീപനം സ്വീകരിച്ചു പോയത്. അല്ലെങ്കിൽ ഈ തമിഴ്നാടും കർണാടകയും തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ കാവേരി വെള്ളത്തർക്കം, അത് നമുക്കറിയാം. അത് വലിയ സംഘർഷത്തിലേക്കെല്ലാം പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അങ്ങനെ എന്തായാലും കേരളവും തമിഴ്നാടും തമ്മിൽ പോയിട്ടില്ല. അത് കേരളത്തിൻ്റെ നിലപാട് കൊണ്ടാണ്. പക്ഷേ ഈ വിഷയം വരുമ്പോൾ എന്തായാലും അവർ ഏകപക്ഷീയമായി തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട് ഫാമേഴ്സ് പ്രൊട്ടക്ഷൻ അസോസിയേഷനും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇതിനെതിരെ രംഗത്ത് വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കർഷകരാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ മുല്ലപ്പെരിയാർ വിഷയം എപ്പോഴും കർഷകരുമായി ബന്ധപ്പെട്ടാണല്ലോ. ഈ തമിഴ്നാടും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമെല്ലാം കൃഷി ചെയ്യണമെങ്കിൽ അവിടെ വെള്ളമില്ല. ശ്രീധർ പറഞ്ഞത് സത്യമായ കാര്യമാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറിയും മറ്റുള്ള സാധനങ്ങളും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു സൗഹൃദം അത് എപ്പോഴും നിലനിന്നാലേ നമ്മളുടെ ആവശ്യങ്ങളും നടക്കൂ. അതുപോലെ തിരിച്ച് നമ്മൾ കൊടുക്കുന്നതാണ് വെള്ളം എന്നുള്ളത്. ഒരിക്കലും മുല്ലപ്പെരിയാർ അത് നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്യണമെന്ന് കേരളം ആവശ്യപ്പെട്ടപ്പോഴും അവർക്ക് വെള്ളം കൊടുക്കണ്ട എന്ന് ഒരിക്കലും കേരളം ആവശ്യപ്പെട്ടില്ല. അതുപോലെ തിരിച്ചും തമിഴ്നാട് സർക്കാരും പറയുന്നത് കൊടുക്കണ്ടെന്ന് ആവശ്യമുള്ള അതിൽ നഷ്ടമുണ്ടാകുന്നത് ആർക്കാണ്? കേരളത്തിന് തന്നെയാണ്. കേരളത്തിന്. കാരണം ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ പച്ചക്കറി മുതൽ അരിയായാലും കോഴി ഫാം ഇതെല്ലാം അടക്കം എല്ലാം വരുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നാണ്. കമ്പം തേനി ആ ഒരു ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഈ മുല്ലപ്പെരിയാർ ഡാമിൽ അത് ഇതിലെ വെള്ളമാണ് ആ ഒരു കർഷകരെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരിക്കലും കേരളീയർക്ക് ഒരു നാശം വരണം അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടണം എന്ന് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്യണം എന്നുള്ളത് കേരളം എപ്പോഴും ആവശ്യപ്പെടുന്നുള്ള കാര്യമാണ്. അത് സർക്കാരുകൾ തമ്മിലുള്ള ഇടപെടലും അത് സുപ്രീം കോടതിയിൽ ഇപ്പോഴും അതിൻ്റെ കേസുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു ജനതയെ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് ഈ
നാട് നശിപ്പിച്ചുകൊണ്ട് അടുത്ത ഭരണം അധികാരത്തിൽ വരുമെന്നാണ് എമ്പുരാനിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും തമിഴ്നാട്ടിലെ മക്കളും ആഗ്രഹിക്കുന്നില്ല, മലയാളികളും അത് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം. അല്ല, കേരളത്തെ സംബന്ധിച്ച് അതൊരു വിവാദ വിഷയമാണ്, വലിയ പ്രതിസന്ധി ഉള്ളതാണ്. ഈ പലപ്പോഴും കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും കേരളത്തിലെ പ്രധാന ആവശ്യം പുതിയൊരു ഡാം എന്നാണ്. കാരണം ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു ഇതാണല്ലോ, ഒരു അണക്കെട്ടാണല്ലോ. അതിന്റെ കാലപ്പഴക്കമെല്ലാം വലിയ രീതിയിൽ ആ നാട്ടുകാരെ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നു, ഭയപ്പെടുത്തുന്നുണ്ട്. ആ സീനുകൾ കാണിക്കുന്നുണ്ട്. ഇതും പറയുന്നുണ്ട്, അതിനകത്ത് ചില ഷട്ടറുകൾ തുരുമ്പിച്ച് തുറക്കുന്നില്ല, ഏത് നിമിഷവും ഇത് പൊട്ടിത്തെറിക്കും. വലിയ രീതിയിലാണ് അതിനകത്ത് എമ്പുരാനിലെ അത് വിമർശനം വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രിയദർശിനി ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അത് വലിയ രീതിയിലാണ് ആ സിനിമയിൽ കാണിക്കുന്നത് തന്നെ. അപ്പൊ എന്ത് തന്നെയാലും അത് തമിഴ്നാട്ടില് അല്ലെ, ഇവർ കൃത്യമായി തന്നെ ശ്രമിച്ചിട്ടുണ്ടല്ലോ. വിവിധ തമിഴനെയും മലയാളിയെയും തമ്മിലടിപ്പിക്കുക, അതോടൊപ്പം തന്നെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിക്കുക. അങ്ങനെ നിരന്തരം ഒരു സിനാരിയോ ഉണ്ടാക്കി അവർ അതിൽ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വലിയ രീതിയിലുള്ള കോടികൾ അവരെ എന്നിട്ട് കോടികൾ ഉണ്ടാക്കുകയും ചെയ്തു. അത് തമ്മിലടിപ്പിച്ച് കോടികൾ ഉണ്ടാക്കി എന്ന് തന്നെ പറയാം. സംവിധായകനും അണിയറ പ്രവർത്തനം തമ്മിലടിപ്പിച്ച് അവർ കോടികൾ ഉണ്ടാക്കി സമ്പാദിച്ചു. പക്ഷെ ഇതുമൂലം ഉണ്ടായത് ഒരു വർഗീയത തന്നെയാണ്, ഒരു വർഗീയ കലാപമാണ്. ഇതിപ്പോൾ ഉത്തരേന്ത്യ അങ്ങോട്ടുള്ള സംസ്ഥാനം, ഡൽഹി അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് ബാൻ ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉടലെടുത്ത്. ഏറ്റവും തമാശയുള്ള കാര്യം ഏറ്റവും അവസാന ഘട്ടത്തിലാണല്ലോ ഗോകുലഗോപാൽ ഇതിലേക്ക് കടന്നു വരുന്നത്. അത് അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധിയാകുന്ന സംഭവമായി മാറിയിട്ടുണ്ട്. കർഷകർക്കെതിരെ എമ്പുരാൻ എന്ന ഗോകുലം ചിട്ടി ഫണ്ട് കമ്പനിയെ തമിഴ്നാട്ടിൽ നിന്ന് തുരത്തണമെന്നാണ് തമിഴ്നാട് ഫാമേഴ്സ് പ്രൊഡക്ഷൻ അസോസിയേഷൻ പറയുന്നത്. ചിത്രത്തിൽ നെടുമ്പള്ളി അണക്കെട്ട് തകർക്കുമെന്ന പരാമർശം ആണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കട്ട് ചെയ്യേണ്ടി വരുമോ എന്ന് സംശയമുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് 1 മണിക്കൂറുള്ള ഒരു ഷോർട്ട് ഫിലിമായി തന്നെ മാത്രമല്ല, തമിഴ്നാട് വേറൊരു പാർട്ടിയും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സിനിമ അവിടെ പ്രദർശിപ്പിക്കേണ്ട, ആ പ്രദർശനം നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇന്ന് വീണ്ടും വേറൊരു പാർട്ടി അതിനകത്ത് പറയുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് പ്രദർശനം നിർത്തിവെക്കണം എന്നുള്ളൊരു ആവശ്യവും ഇവരുടെ ഇടയിലുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും അതോടൊപ്പം കേരളത്തിനെ പോലെ സമാധാനപരമായിരിക്കില്ല അവിടുത്തെ പ്രതിഷേധങ്ങൾ. അവിടെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഇപ്പോൾ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ പല തമിഴ് വികാരം ഇളക്കി വിടുന്ന പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. അവരെല്ലാം ഇതുമായി മുന്നോട്ട് വന്നാൽ ഈ സിനിമയ്ക്ക് സംഭവിക്കുന്നത് തിയേറ്റർ തന്നെ. ഇപ്പോൾ കേരളത്തിൽ പറയുന്നത് സംഘപരിവാറിന്റെ ഭീഷണി കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായതെന്നാണല്ലോ. പക്ഷെ ഇനി ഈ തമിഴ്നാട്ടിലെ പ്രതിഷേധം അങ്ങനെയല്ല ആയിരിക്കില്ല, വലിയ രീതിയിൽ തന്നെ പ്രശ്നമുണ്ടാക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്തായാലും എമ്പുരാൻ സിനിമ തമിഴ്നാട്ടിലും കത്തിക്കയറുകയാണ്. വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും തമിഴ്നാട്ടിൽ ഇനി പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ടോ ഈ വിവാദത്തിലേക്ക്? ചിലപ്പോൾ അതിനാണ് സാധ്യത. നമുക്ക് തന്നെ കേരളത്തിൽ അറിയാം, ഇത് ചെറിയ രീതിയിലായിരുന്നു, സമൂഹ മാധ്യമങ്ങളിലായിരുന്നു ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉണ്ടാകുന്നത്. പിന്നീട് അത് ആളിക്കത്തുന്നൊരു ജനങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നു, പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ അതിനെക്കുറിച്ച് പ്രതികരണം വരുന്നു. പിണറായി വിജയൻ കാണാൻ പോകുന്നു, സിനിമ കാണാൻ പോകുന്നു, വി.ഡി. സതീശൻ കാണാൻ പോകുന്നു, മന്ത്രിമാർ കാണാൻ പോകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഇളക്കൽ, ഒരു കുലുക്കം തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ കാണുന്നത്. ഈ ചെറിയ പാർട്ടികൾ ഏറ്റെടുക്കുന്നു, കർഷകർ ഏറ്റെടുക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ എന്തായാലും പ്രമുഖ പാർട്ടികൾക്കും ഇതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല, അവർ രംഗത്ത് വരും. എന്തായാലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം, പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം, ഗോകുലം സംബന്ധിച്ചിടത്തോളം പണമുണ്ടാക്കുമെന്ന് പറയുമ്പോഴും അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഇതൊരു നെഗറ്റീവ് പടമായി മാറാനാണ് സാധ്യത.